വിമാനമിറങ്ങിയ ശശി തരൂർ തന്നെയാണ് ഇന്നലെ തൊട്ടുള്ള വലിയ ചർച്ചാ വിഷയം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസ് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറയുന്നത് തരൂരിന് ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. മാധ്യമ പ്രവർത്തകർ എണ്ണി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപി ആവർത്തിച്ചു പറഞ്ഞത്. അത് ഒരേ ഒരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത ബുദ്ധിപരമായ, യുക്തിപരമായ, ഉത്തരവാദിത്വപൂർണമായ, ശക്തമായ ഒരു റെസ്പോൺസ്, റിട്ടോർട്ട്, അതും നാശത്തിന്റെ അളവ് വളരെയധികം കുറച്ച് പാഠം പഠിപ്പിക്കലിന്റെ ഒരു ശക്തി, അത് അതിന്റെ പാരമ്യതയിൽ നിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കി അതിന് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയെ ലോകം മുഴുവൻ പ്രശംസിക്കുന്നുണ്ടെങ്കിൽ ശശി തരൂരിനും അദ്ദേഹത്തിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാവരുടെയും മനസ്സിലാക്കലാണ്. അത് അങ്ങനെ തന്നെ പറയാനൊക്കത്തുള്ളൂ. അതല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ എവിടെ ചെന്ന് ചേരുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല. ആരുടെ ലോകത്ത് ചെന്ന് ചേരും? അല്ല, അത് അദ്ദേഹത്തോട് ചോദിക്കണേ. അല്ല, അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ശശി തരൂർ all said is a responsible citizen. മോദി ഭരണത്തിന്റെ നന്മയെക്കുറിച്ച് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റിൽ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ കൊണ്ടുവന്ന വഖഫ് അമെൻഡ്മെന്റിനെതിരെ ശബ്ദമുയർത്തിയ ഒരു എം പിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഇന്ന് സംഘത്തിന്റെ സ്റ്റാൻഡാണ് എന്ന് തോന്നിയെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹത്തോട് ചോദിച്ച് വ്യക്തമാക്കുക. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വളരെ സൗമ്യനായിട്ടുള്ള മറുപടികളാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രസ് മീറ്റിൽ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് കൊടുത്തത്. അല്ലാത്ത പക്ഷമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു രൂപം ഈ കേന്ദ്രമന്ത്രിയിൽ കാണാറുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് മറുപടികൾ ഓരോന്നും കൊടുത്തത്. ഇവിടെ തൃശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തവണ ഗംഭീരമാക്കി എന്ന് പ്രശംസിക്കാൻ മടിക്കാത്ത സുരേഷ് ഗോപി മന്ത്രി രാജനെ കുറിച്ചും ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത്. ആദ്യത്തെ അവലോകന യോഗം 3 മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ്. പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന്. അതിനുശേഷം ഏതാണ്ട് 3-4 യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒന്ന് തൃശ്ശൂർ വന്ന് നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ പ്രശംസിക്കാതിരിക്കും? മന്ത്രി രാജൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല. എവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജൻ. രാത്രി 2:30 മണിക്ക് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായ സമയത്ത് 67 സ്ട്രെച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ എന്റെ കൂടെ ഉണ്ട്. ശ്രദ്ധിച്ചില്ലേ? എന്റെ കൂടെ എന്നാണ് സുരേഷ് ഗോപി ആവർത്തിച്ചു പറയുന്നത്. സുരേഷ് ഗോപിയുടെ കൂടെ ചേർന്ന് ഒരു ഗാലറിയിലും പോകാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് എന്തായി? പൂരം ഗംഭീരമായി എന്ന് പറയാതെ പറയുകയാണ് കേന്ദ്രമന്ത്രി. തീർന്നില്ല, അവസാനം ഒരു ഓഫർ കൂടി വെച്ചുകൊണ്ടാണ് തന്റെ പ്രസ് മീറ്റിംഗിന് ഒരു പഞ്ച് സുരേഷ് ഗോപി കൊടുത്തത്. എയിംസിനെ സംബന്ധിച്ച് പറയാം. എയിംസിനെ സംബന്ധിച്ച് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും. ഒരേ ഒരു ഓപ്ഷൻ അത്രയും ഷാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. ഇനി അല്ല, തർക്കം തീരും. അത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസ് എന്ന് പറയുന്ന പദ്ധതി അനൗൺസ് ചെയ്ത് കൃത്യമായി വരേണ്ട യോഗ്യതയുള്ള സ്ഥലത്ത് അതെന്ത് തർക്കമുണ്ടെങ്കിലും അത് തീരുമാനിച്ച് അതിന്റെ തറക്കല്ലെങ്കിലും പാകിയിട്ട് ഞാൻ അടുത്ത ഇലക്ഷന് വോട്ട് ചോദിക്കും.